നമസ്കാരം. രണ്ട് സംശയങ്ങൾക്ക് മറുപടി തരാനാണ് ഇന്ന് വന്നത്. ഒന്ന്, മെയ് മാസത്തിൽ പച്ചക്കറികൾ എന്തൊക്കെ നടാമെന്നതാണ്. അടുത്തത്, വാഴക്കൃഷി ഈ ഏപ്രിലിൽ വാഴ നട്ടു, അപ്പോൾ അതിനിടയ്ക്ക് എന്തൊക്കെ നടാമെന്നതാണ്. വയലിലാണ്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, മഴക്കാലമാണ് എന്നത് മുൻകൂട്ടി കാണുക. മെയ് കഴിഞ്ഞ് ജൂണൊക്കെ ആകുമ്പോഴത്തേക്ക് മഴ നന്നായിട്ട് ശക്തി പ്രാപിക്കും. വെള്ളക്കെട്ട് പച്ചക്കറി വിളകളിൽ 8 മുതൽ 12 മണിക്കൂർ വരെ വെള്ളം കെട്ടി നിന്നാൽ വേര് അഴുകിപ്പോവും, ചെടി നശിക്കും. അപ്പോൾ നമുക്ക് ശ്രദ്ധിക്കേണ്ടത് വെള്ളക്കെട്ടില്ലാത്ത സ്ഥലം തിരഞ്ഞെടുക്കുക എന്നതാണ്. പിന്നെ ചെറിയ വെള്ളക്കെട്ടൊക്കെ ഉള്ളതെങ്കിൽ നമുക്ക് തടം പിടിച്ച് ഉയർത്തി നടാൻ പറ്റും. അപ്പോൾ ഈ വാഴക്കിടയിൽ നടാവുന്നതും മെയ് മാസത്തിൽ നടാവുന്നതുമായ പച്ചക്കറി വിളകളാണ്. വെണ്ട നല്ല വിളവ് തരും. വെണ്ട, വഴുതന, പയർ, മുളക് ഒക്കെ നമുക്ക് നന്നായിട്ട് നടാൻ പറ്റും. പിന്നെ പച്ചച്ചീര ഒക്കെ നടാൻ പറ്റും. അടുത്ത സംശയം, പാവയ്ക്ക വളഞ്ഞ് ഉണ്ടാകുന്നു, അതിനകത്ത് പുഴു കാണുന്നു, എന്ത് ചെയ്യണം? പാവയ്ക്ക വളയാൻ കാരണം ബോറോൺ എന്ന മൂലകത്തിൻ്റെ കുറവാണ്. ബോറോൺ എന്ന മൂലകം കിട്ടാൻ കേരള കാർഷിക സർവകലാശാല പുറത്തിറക്കിയിട്ടുള്ള പച്ചക്കറിക്കുള്ള സമ്പൂർണ്ണ 5 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലർത്തി 4 ഇല പ്രായം മുതൽ ഇലകളിൽ തളിച്ചു കൊടുക്കണം. അളവ് ശ്രദ്ധിക്കണം. 5 ഗ്രാം മാത്രമാണ് 1 ലിറ്റർ വെള്ളത്തിൽ നന്നായിട്ട് കലർത്തി ചെടികളുടെ ഇലയിൽ കൊടുക്കണം. ഇനി അത് കിട്ടാത്ത സാഹചര്യം ഉണ്ടെങ്കിൽ സർവകലാശാലയും VPCKയും പുറത്തിറക്കുന്ന വാഴയ്ക്കുള്ള അയറുണ്ട്. അയർ വാങ്ങുക. 4 ഇല പ്രായം തൊട്ട് 12-15 ദിവസം കൂടുമ്പോഴത്തേക്ക് ഒരു തൈയുടെ ചുവട്ടിൽ 1 സ്പൂൺ വീതം ചേർത്ത് വെള്ളം നനച്ചു കൊടുക്കുക. ഇനി അതും കിട്ടാൻ ബുദ്ധിമുട്ടുള്ള സ്ഥലമാണെങ്കിൽ വളക്കടകളിൽ പ്രൈവറ്റ് കമ്പനികൾ ഒരുപാട് സൂക്ഷ്മമൂലക കൂട്ട് ഇറക്കുന്നുണ്ട്. മൈക്രോ ന്യൂട്രിയൻസ്, സെക്കൻഡറി ആൻഡ് മൈക്രോ ന്യൂട്രിയൻസ്. അതിൽ വേണ്ട മൂലകങ്ങൾ ഏതൊക്കെയെന്ന് പറഞ്ഞുതരാം. ഇവയുള്ളത് നോക്കി വാങ്ങിയാൽ മതി. പച്ചക്കറിക്കുള്ളത് വാങ്ങുക. ബോറോൺ വേണം, മഗ്നീഷ്യം വേണം, സിങ്ക് വേണം, അയൺ വേണം, മോളിബിഡിനം വേണം. അപ്പോൾ ഇത്രയും മൂലകങ്ങളുള്ള പ്രൈവറ്റ് കമ്പനികൾ ഒരുപാട് കമ്പനികൾ ഇറക്കുന്നുണ്ട്. അതിൽ നിങ്ങൾക്ക് വിശ്വാസമുള്ള കമ്പനിയുടെ പ്രോഡക്റ്റ് വാങ്ങി ഇലകൾ തളിച്ചു കൊടുക്കാം. അത് ഓരോ കമ്പനിയും വ്യത്യസ്ത അളവായിരിക്കും. അത് ആ കവറിൻ്റെ മുകളിലുണ്ടാവും. അപ്പോൾ ഇതിൽ തന്നെ ഇദ്ദേഹം തന്നെ ചോദിച്ചിട്ടുള്ളത് പാവലിൽ പുഴു ഉണ്ടാകുന്നു എന്നതാണ്. അത് കായീച്ച അഥവാ ഫ്രൂട്ട് ഫ്ലൈസ് വന്ന് മുട്ടയിടുന്നതാണ്. അത് നമുക്ക് ചെയ്യേണ്ട കാര്യം, കൃത്യമായിട്ട് FEM എന്നൊരു ആപ്പുണ്ട് നമ്മുടെ പ്ലേ സ്റ്റോറിൽ. നമ്മുടെ കാർഷിക സർവകലാശാല കൃഷി വിജ്ഞാന കേന്ദ്രം മലപ്പുറം ഇറക്കിയിട്ടുള്ളതാണ്. അപ്പോൾ അതിൽ ഓരോ പച്ചക്കറി വിളകൾക്കും കൊടുക്കേണ്ട വളം എന്താണെന്ന് പറയുന്നുണ്ട്. ആ വളം കൊടുക്കുക. അതിനൊപ്പം ഒരു 20% കൂടി പൊട്ടാസ്യം വളം. പൊട്ടാസ്യം വളം ചുവട്ടി കൊടുക്കുക. അപ്പോഴത്തേക്ക് പൊട്ടാസ്യം എന്ന മൂലകം ചെടി ആഗിരണം ചെയ്യുകയും അതിൻ്റെ കോശഭിത്തിക്ക് കട്ടി കൂടുകയും ചെയ്യും. അപ്പോൾ കീടങ്ങളുടെ ആക്രമണം കുറയും. സോഫ്റ്റ് ആകുമ്പോഴാണ് ഇവ ഒന്ന് മുട്ടയിടുന്നതും തിന്നാനുള്ള രുചിയും കൂടുന്നത്. പക്ഷേ അത് കോശഭിത്തിക്ക് കട്ടി കൂടുമ്പോൾ എന്താ സംഭവിക്കുക? കീടങ്ങളുടെ ആക്രമണം കുറയും. അതായത് നമ്മൾ ചോറ് തിന്നുന്നു, നന്നായിട്ട് വെന്ത സോഫ്റ്റ് ചോറല്ലേ തിന്നാൻ രുചി. വേവാത്ത ചോറ് തിന്നാൻ നമ്മളെ കൊണ്ട് പറ്റില്ലല്ലോ. അതേപോലെയാണ് കീടങ്ങൾക്കും സോഫ്റ്റായ ടിഷ്യൂ ആണ് തിന്നാൻ ഇഷ്ടം, അല്ലെങ്കിൽ മുട്ടയിടാനും എളുപ്പം. ഇത് കോശഭിത്തിയെ കട്ടി കൂടുമ്പോഴത്തേക്ക് പുഴുക്കൾക്കാരും തിന്നാനും ബുദ്ധിമുട്ടുണ്ടാകും. ഈ കായീച്ച വന്നിട്ട് അതിൻ്റെ പുറകിലുള്ള സൂചി ഈ പാവയ്ക്കൊക്കെ ഉള്ളിലേക്ക് കുത്തി ഇറക്കി അതിനകത്താണ് മുട്ടയിടുന്നത്. ഓരോ സമയം 100-200 മുട്ടയിടും. ഇത് മുട്ടയിട്ട് കഴിഞ്ഞാൽ ഒരു 4-5 ദിവസം കൊണ്ട് ഈ കായ പഴുക്കും. അതിനകത്ത് മുട്ട വിരിഞ്ഞ് പുഴു ഇറങ്ങി എന്നതാണ്. അന്ന് തന്നെ ആ കായ പറിച്ച് 4ആയിട്ട് കീറി വെള്ളത്തിലിടുക. വെള്ളത്തിലിടുമ്പോഴത്തേക്ക് പുഴുക്കൾക്ക് ഓക്സിജൻ കിട്ടാതെ ചത്തുപോകും. അല്ലെങ്കിൽ തേയിലിട്ട് നശിപ്പിക്കുക. ഇത് തോട്ടത്തിൽ വെച്ചാൽ സംഭവിക്കുന്നത്, ഒരു കായ പഴുത്ത മണ്ണിൽ വീഴുകയും ആ കായിൽ നിന്ന് 100 കണക്കിന് പുഴുക്കൾ മണ്ണിൽ വീണ് അത് സമാധി ദശയിൽ പോവുകയും ഒരു 5-6 ദിവസം കൊണ്ട് വീണ്ടും ഈ 100-200 കായീച്ചയായിട്ട് പുറത്തിറങ്ങുകയും നിങ്ങളുടെ തോട്ടം മുഴുവൻ ഇവൻ കയറി മുട്ടയിട്ട് നശിപ്പിക്കും. അപ്പോൾ നമ്മൾ തുടക്കത്തിലേ ശ്രദ്ധിക്കുക. എല്ലാ ദിവസവും തോട്ടത്തിൽ പോവുക,
എല്ലാ കായ്കളും കാണുക. എല്ലാ ദിവസവും കണ്ടില്ലെങ്കിലും കുഴപ്പമില്ല, 2-3 ദിവസത്തിൽ ഒരിക്കലെങ്കിലും എല്ലാ കായ്കളും കാണുക. മൂപ്പത്താതെ പഴുപ്പടിച്ച കായ്കൾ ഇങ്ങനെ ഉണ്ടെങ്കിൽ അതിനർത്ഥം അതിൽ കായ്ച്ച് മുട്ടയിട്ടിട്ടുണ്ട് എന്നാണ്. അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നശിപ്പിക്കുക. അതിനൊപ്പം കുറച്ചൊക്കെ ഉള്ളൂ എങ്കിൽ നിങ്ങൾക്ക് കവറിടാം. കവർ പേപ്പർ വെച്ചോ പ്ലാസ്റ്റിക് കവർ വെച്ച് കവറിടാം. മുട്ട അപ്പോഴത്തേക്ക് ഈച്ചയ്ക്ക് ഒന്നും മുട്ടയിടാൻ പറ്റില്ല. അത് പെൺപൂവ് പോളിനേഷൻ നടന്ന്, അതായത് പെൺപൂവിൻ്റെ മുകളിലുള്ള ഇതളുകൾ കൊഴിഞ്ഞ ഉടനെ തന്നെ കവർ ചെയ്യാൻ ശ്രദ്ധിക്കണം. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ നന്ദി. കൃഷി ചെയ്യുക, സന്തോഷമായിരിക്കുക.